ജോൺ സ്റ്റാനിഷ് അമേരിക്കയിലെ ഒരു സെനറ്ററായിരുന്നു. അദ്ദേഹം ഒരിക്കൽ രാത്രിയിൽ തന്റെ വീട്ടിലേക്ക് കാറിൽ പോവുകയായിരുന്നു. കുറെ കൊള്ളക്കാർ വന്ന് അദ്ദേഹത്തെ കൊള്ളയടിച്ചു. തന്റെ വയറ്റിലും കാലിലും വെടിവെച്ചിട്ടിട്ട് പോയി. ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മാർക്ക് ഹാർഫീൽഡ് എന്നയാൾ അമേരിക്കയിലെ മറ്റൊരു സെനറ്ററായിരുന്നു. ഇവർ തമ്മിൽ പലപ്പോഴും നിയമസഭയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നു. രാഷ്ട്രീയത്തിൽ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. അദ്ദേഹം കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാറിലെ റേഡിയോയിൽ ജോൺ സ്റ്റാനിഷിന് വെടിയേറ്റു എന്ന വാർത്ത കേട്ടു. ഉടനെ അദ്ദേഹം ആശുപത്രിയിലേക്ക് തിരിച്ചു. ആശുപത്രിയിലെത്തിയ മാർക്ക് കണ്ടത് ആശുപത്രിയിലെ ടെലിഫോൺ ഓപ്പറേറ്റർ ജോൺ സ്റ്റാനിഷിനെ കുറിച്ച് അറിയുവാനുള്ള ഫോൺ കോളുകളുടെ തിരക്കുകൊണ്ട് ആകെ കുഴഞ്ഞിരിക്കുന്നതാണ്. മാർക്ക് ആ ടെലിഫോൺ ഓപ്പറേറ്ററെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, എനിക്കും ടെലിഫോൺ ഓപ്പറേറ്റ് ചെയ്യുവാൻ അറിയാം, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. ഓപ്പറേറ്റർ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹവും ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്ത് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ആയപ്പോൾ അദ്ദേഹം പോകുവാൻ തയ്യാറായി. ടെലിഫോൺ ഓപ്പറേറ്ററെ സ്വയം പരിചയപ്പെടുത്തിയ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ സെനറ്റർ മാർക്ക് ഹാർഫീൽഡ് ആണ്. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ടെലിഫോൺ ഓപ്പറേറ്റർ ഇത് കേട്ട് അത്ഭുതപ്പെട്ടു നിന്നു. ഉന്നത ഭാവം, അഹങ്കാരം, കുറ്റപ്പെടുത്തൽ, വിവേചനം ഇവയൊന്നുമില്ലാത്തവർ വലിയ മനുഷ്യരാണ്. ഒരു നിബന്ധനയുമില്ലാതെ കരുണ കാണിക്കുന്നതും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതും നല്ല മനുഷ്യരിൽ മാത്രമുള്ള ഗുണങ്ങളാണ്. നമ്മെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിച്ചുകൊണ്ട് ആരോടും പ്രതികാരം ചെയ്യാതെ എല്ലാവരെയും സഹായിക്കുന്നതിലൂടെ നമുക്കും നല്ല മനുഷ്യരാകുവാൻ സാധിക്കും. എന്താ, ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ?